ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വരുണിനെ നയന യാദൃശ്ചികമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ നയന. അങ്ങനെ ആദിയോട് ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വരുണിനെ തിരക്കി നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നവ്യയുടെ കാമുകനാണെന്ന് അറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ മുത്തശ്ശന് അത് വല്ലാത്ത വേദനയായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശനത് താങ്ങാൻ കഴിയില്ല. പിന്നെ എന്ത് തന്നെ സംഭവിക്കുക എന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ ആദ്യം. അങ്ങനെ വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് നമ്മുടെ ആദ്യം, അതുപോലെ തന്നെ നയനയും. അങ്ങനെ ഫോൺ കോളുകളൊക്കെ ചെയ്തിട്ട് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തപ്പിയെടുക്കാൻ കേട്ടോ നമ്മുടെ നയന. അങ്ങനെ അവസാനം വരുൺ വന്നിട്ട് നമ്മുടെ അഭിയെ കാണുകയാണ്. ആ സമയത്ത് അഭിയാണെങ്കിൽ എന്താടാ നീ പറഞ്ഞത്, നീ അനാവശ്യം പറയുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് വരുണിനെ തല്ലാൻ പോകുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വരുൺ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നവ്യയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ്, ഞാനത് എല്ലാവരുടെ മുമ്പിൽ വിളിച്ച് പറയും. ഇപ്പം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ്, അങ്ങനെ മറ്റൊരാളുടെ പേരിൽ ചുമത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ നമ്മുടെ വരുണിൻ്റെ കാമുകിനെ വിളിച്ച് വരുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കാമുകിയും കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. ഇത് കണ്ടപാടെ നമ്മുടെ ഞെട്ടിത്തരിക്കാൻ കേട്ടോ വരുൺ. ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇവിളങ്ങാണം ഇതൊക്കെ അറിയുവാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം തന്നെ, ലൈഫ് തന്നെ സ്പോയിലായെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ആലോചിച്ച് വരുൺ ആകെ ടെൻഷൻ അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിന്നെയും നമ്മുടെ ആദ്യം ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞത്, നീ പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കിള്ളി പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് വരുൺ വിഷയം മാറ്റുകയാണ്. അതായത് ഇല്ല, ഞാൻ നവ്യനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷേ അവൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് പോയിരുന്നു, ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളും ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവൻ അഭിയെ വിവാഹം കഴിച്ച് പോയി, അല്ലാതെ വേറൊന്നും ഇതിൽ നടന്നിട്ടില്ല, എനിക്ക് വേറൊരു ബന്ധവും ഉളവായിട്ടില്ല, എന്നെ വിട്ടേര് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന അഭിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിക്കുകയാണ്. പെട്ടെന്ന് ഇവൻ എങ്ങനെ മനം മാറി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ നയനനെ വാനോളം പുകഴ്ത്തുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തകിടമറിയേണ്ട ഒരവസ്ഥയിലാണ് നീ രക്ഷിച്ചത്, എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു, നീ എങ്ങനെ ഇതൊക്കെ തപ്പിയെടുത്തു എന്നുള്ള കാര്യം നിൻ്റെ ബുദ്ധി അപാരം തന്നെ നയന. എന്തായാലും നീ ഇന്ന് രക്ഷിച്ചത് നമ്മുടെ കുടുംബത്തിനെയാണ്, അനിയുടെ വിവാഹം നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ മുത്തശ്ശന് വേറൊരു കുഴപ്പവും ഇല്ലാതാകാനും കാരണം നീ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനനെ പുകഴ്ത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശേഷമാണെങ്കിൽ നമ്മുടെ ജലജ ആകെ മനസ്സ് കൈവിട്ടു പോയി നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, 10 ലക്ഷം രൂപ വെറുതെ പോയല്ലോ, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, കല്യാണം മുടങ്ങുന്നു, അവളെ പറഞ്ഞയക്കുന്നു, ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അബിയെ ഇങ്ങനെ രൂക്ഷത്തോടെ നോക്കുമ്പോൾ അബി പറഞ്ഞിട്ട്, ഞാൻ എന്ത് ചെയ്യാനാമേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, അവൻ്റെ ലവറെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അവൻ്റെ ജീവിതം നോക്കണ്ടേ, അതാണ് അവന് മാറ്റി പറഞ്ഞത്, അല്ല ഇത്രയും നേരം ഞാൻ അവന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാം തകിടം മറിഞ്ഞു, നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് അവസാനം ഇങ്ങനെ വന്ന് മാറുള്ളൂ അമ്മ, എന്താ അമ്മ ഈശ്വരൻ അവരുടെ കൂടെ മാത്രം നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ആകെ ഇതായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ജലജയും അഭിയും. അങ്ങനെ നിവൃത്തിയില്ലാതെ പിന്നെ ആ കല്യാണം കൂടേണ്ട ഒരവസ്ഥയാണ് അവർക്ക് വന്നത്. മുടക്കിയില്ലേലും ആ കല്യാണത്തിന് കൂടേണ്ട ഒരു വിധി അവർക്ക് വന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ ആദ്യയോട് പറയുന്നുണ്ട്, ഇവർക്ക് ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കും എന്നൊക്കെ പറയാനുണ്ടോ നമ്മുടെ അനിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും. അപ്പോൾ നമ്മുടെ ആദ്യം കളിയാക്കുന്നുണ്ട്, അല്ല ലോറി ഒന്നും കണ്ടില്ലല്ലോ, നീ വലിയ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലോറി ഒന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതെ, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ കൊടുക്കുന്നതിലാണ് ഇരിക്കുന്നത്, അല്ലാതെ ആ ഗിഫ്റ്റ് എത്രമാത്രം വിലമതിക്കുന്നു എന്നതിലല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെ അവസാനം നമ്മുടെ നയനയാണെങ്കിൽ ആ ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്യാണ്. അതിൽ താൻ നമ്മുടെ നയന വരച്ച അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും നല്ലൊരു ചിത്രമായിരിക്കും. അത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അവർക്ക് ആ ഒരു വരയിൽ നയന വരച്ചു കൊടുക്കുമ്പോൾ അതൊരുപാട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ അനിയൊക്കെ, അങ്ങനെ കാണിക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ ദേവയാനി ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഓടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന. അങ്ങനെ ദേവയാനി വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ദേവയാനി തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലമ്മേ, തലയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ ആ വൊമിറ്റിംഗ് ടെൻഡൻസി അങ്ങ് മാറും, അതുകൊണ്ടാണെന്ന് പറയണം. എന്നിട്ട് മുതുകൊക്കെ തിരുമ്പി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ടവലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ, ഒരു സോഡ നാരങ്ങ കൊടുക്കുകയാണ്. എന്നിട്ട് അമ്മ ഇത് കുടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ എല്ലാം മാറുമെന്ന് പറയുമ്പോൾ, അല്ല ഞാൻ നിന്നോട് വയ്യാഴികയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല അമ്മ, ഈ കല്യാണത്തിന് ഇവിടെ വന്നപ്പോൾ
അപ്പം മുതൽ അമ്മയുടെ ഭാവമാറ്റം അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തോ ശാരീരിക അസ്വസ്ഥതയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചങ്കിൽ കൈവച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് എന്തോ അസിഡിറ്റിയുടെ പ്രോബ്ലം ആണെന്ന്. അതാ ഞാൻ ഇവിടെ ഇത് പെട്ടെന്ന് തന്നെ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഇവിടെ ആരോടും പറയാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ടെൻഷൻ അടിക്കില്ലേ, അതുകൊണ്ടാണ് പറയാഞ്ഞ്. എന്തായാലും അമ്മ ഇവിടെ റെസ്റ്റ് എടുത്തോ, കുറച്ച് കഴിഞ്ഞിട്ട് അവിടേക്ക് വന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ദേവയാനിക്ക് നമ്മുടെ നയനോട് വല്ലാത്തൊരു അനുകമ്പയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. തൻ്റെ കാര്യങ്ങൾ ഇത്രമാത്രം നോക്കിയും കണ്ടും ചെയ്യുന്നല്ലോ എന്നൊരു മനസ്സലിവ് തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് നയനോട് പറഞ്ഞിട്ട് നീ എന്നാൽ പൊയ്ക്കോ, ഞാനിവിടെ കിടന്നോളാം എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ദേവയാനി ആ റൂമിൽ പിന്നെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ ചടങ്ങുകളെല്ലാം തീരുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്തു നയനാന്ന് ഇങ്ങനെ അറിയാണ് ആദി. അങ്ങനെ ആദി വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, എടോ മുത്തശ്ശൻ പറയണത് ശരി തന്നെയാണ്, താൻ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും തൻ്റെ ഒരു കയ്യൊപ്പില്ലാത്ത സ്ഥലമില്ല. എന്തായാലും തന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നയനെ. എന്നാലും നീ എല്ലാവർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.